ഒളുവിൻ്റെ സുന്നത്തുകൾ 1-2 വിഭാഗങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് മൂന്നാമത്തെ വിഭാഗമാണ്. മൂന്നാമത്തെ വിഭാഗമാണ് മായുത്തലബു ഫിൽ മസ്ഹി, അതായത് തടകുന്നതിൽ നിർദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ. ഈ വിഭാഗത്തിൽ ഒന്നാമത്തേതും മൊത്തത്തിൽ 9ാമത്തേതുമായ സുന്നത്താണ് തല മുഴുവൻ തടവുക എന്നത്. തല മുഴുവൻ തടകലിൻ്റെ തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള ഇത്തിബാഅ് തന്നെയാണ്. അവിടുന്ന് വുദു ചെയ്ത് കാണിച്ചതിൽ അധികവും തല മുഴുവൻ തടകിക്കൊണ്ടായിരുന്നു. മാത്രമല്ല മദ്ഹബിൻ്റെ ഇമാമുകളായ ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുമ എന്നിവരുടെ മദ്ഹബ് അനുസരിച്ച് തല മുഴുവൻ തടകൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടും അവരുടെ എതിരഭിപ്രായത്തിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടിയുമാണ് തല മുഴുവനും തടകൽ ശക്തമായ സുന്നത്താണ് എന്ന് പറയുന്നത്. ഇനി തല മുഴുവൻ തടകാൻ ഒരാൾക്ക് ഉദ്ദേശമില്ലെങ്കിൽ ഏറ്റവും നല്ലത് നെറുംതല തടകലാണ്. എന്നാൽ മദ്ഹബിൻ്റെ ഇമാമുകളിൽ പ്രമുഖനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധമായ അഭിപ്രായമനുസരിച്ച് തലയുടെ 1/4 തടകൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ എതിർപ്പിൽ നിന്ന് പുറത്തു പോകാനും വേണ്ടി തല തടകുമ്പോൾ തലയുടെ 1/4 ചുരുങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അർത്ഥം ശ്രദ്ധിക്കുക. നമ്പർ 8, അൽ മദ്മദത്തു വൽ ഇസ്തിൻഷാഖു, വായിൽ വെള്ളം കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റലും. അക്കല്ലുഹുമ, അത് രണ്ടിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഈസാലുൽമായി, വെള്ളത്തെ ചേർക്കലാണ്, ഇലൽ ഫമി വൽ അംഫി, വായിലേക്കും മൂക്കിലേക്കും. വൽ അക്മലു, ഏറ്റവും പൂർണ്ണമായ രൂപം ജമ്മുഹുമ, അത് രണ്ടിനെയും ഒരുമിച്ച് കൂട്ടലാണ്. ആ മദ്മദത്തിനെയും ഇസ്തിൻഷാക്കിനെയും ഒരുമിച്ച് കൂട്ടലാണ്. ബി സലാസി ഉറഫിൻ, 3 കോരികൾ കൊണ്ട്. അതായത് എത്തമദ്മദു, അവൻ വായിൽ വെള്ളം കൊപ്പിളിക്കണം, സുമ്മയസ്തൻഷിഖു, പിന്നെ അവൻ മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റണം. മിൻ കുല്ലി ഉർഫത്തിൻ മിൻഹ, ആ 3 കോരികളിൽപ്പെട്ട ഓരോ കോരിയിൽ നിന്നും. വൽ മുബാലഗത്തു, അമിതമാക്കലും സുന്നത്താണ്. ഫീഹിമ, ആ മദ്മദത്തിലും ഇസ്തിൻഷാക്കിലും. ഇൻകാന മുഫ്തിറൻ, അവൻ നോമ്പ് ഇല്ലാത്തവനാണെങ്കിൽ. അമ്മസായിം, അപ്പോൾ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഫത്തുക്റഹു, അവന് മുബാലഗത്ത് കറാഹത്താക്കപ്പെടുന്നതാണ്. ഫത്തുക്റഹുലഹു, അവന് മുബാലഗത്ത് കറാഹത്താക്കപ്പെടുന്നതാണ്. അമിതമാക്കി ചെയ്യൽ കറാഹത്താക്കപ്പെടുന്നതാണ്. അതുപോലെ വൈദാർത്തുൽമായി, വെള്ളത്തെ ചുറ്റിക്കലും സുന്നത്താണ്. ഫിൽ ഫമി, വായിൽ. തുമ്മ മജ്ജുഹു, പിന്നെ ആ വെള്ളത്തെ തുപ്പിക്കളയലും സുന്നത്താണ്. മിൻഹു, വായിൽ നിന്ന്. വസ്തിൻസാറുഹു, ആ വെള്ളത്തെ പിഴിഞ്ഞു കളയലും സുന്നത്താണ്. മിനൽ അംഫി, മൂക്കിൽ നിന്ന്. ബിയദിഹി യുസ്ര, അവൻ്റെ ഇടത്തെ കൈ കൊണ്ട്. അതുപോലെ വൈദ്ഹാലു ഖിൻസരിൻ, അവൻ്റെ ചെറുവിരലിനെ കടത്തലും സുന്നത്താണ്. ഫീഹി, മൂക്കിൽ. എന്നിട്ട് വൈദാലത്തുമാ ഫീഹി മിനൽ ഖദരി, ആ മൂക്കിലുള്ള അഴുക്കിനെ നീക്കലും സുന്നത്താണ്. ഇനി ജീം, 3ാമത്തെ വിഭാഗം. മായുത്തരബ് ഫിൽ മസ്ഹി, മസ്ഹിൽ തേടപ്പെടുന്ന കാര്യങ്ങൾ, അതായത് തടകുന്നതിൽ നിർദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ. അതിൽ നിന്ന് 1ാമത്തതും മൊത്തത്തിൽ 9ാമത്തതുമായ സുന്നത്ത് ഇസ്തിയാബു മസ്സിർ റഹ്സി, തല മുഴുവനും തടവലാണ്. യുസന്നു ഇസ്തിയാബുഹു, തല മുഴുവനും തടവൽ സുന്നത്താണ്. ലിൽ ഇത്തിബായി, നബിയോടുള്ള ഇത്തിബായിന് വേണ്ടി. ഖുറൂജൻ മിൻ ഖിലാഫി മാലിക്കിൻ വ അഹ്മദ റഹിമഹുമുല്ലാഹു തആല, ഇമാം മാലിക്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആലയുടെ ഖിലാഫിൽ നിന്ന്, ഭിന്നഭിപ്രായത്തിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടിയും. ഹൈസു ഔജബാഹു, കാരണം അവർ രണ്ടാളും പൂർണ്ണമായി തടകൽ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനഖ്തസറ അൽ ബഅദി, ഇനി അല്പത്തിൻ്റെ മേൽ ഒരാൾ ചുരുക്കുകയാണെങ്കിൽ ഫൽ ഔല, ഏറ്റവും നല്ലത് അയ്യക്കൂന ഹുവന്നാസിയത്ത, ആ അല്പം നെറുന്തലയായിരിക്കലാണ്. വയംബഗി, അത്യാവശ്യമാണ്. അല്ല യഖ്തസിറ, അവൻ ചുരുക്കാതിരിക്കൽ. അല അഖല്ല മിനർ റുബുഇ, 4/1 കുറവിൻ്റെ മേൽ ചുരുക്കാതിരിക്കൽ അത്യാവശ്യമാണ്. ഖുറൂജൻ മിൻ ഖിലാഫി അബൂ ഹനീഫ റഹിമഹുല്ലാ തആലയുടെ ഭിന്നഭിപ്രായത്തിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി. കാരണം ലിഅന്നൽ മഷ്ഹൂർ അൻഹു, അബൂ ഹനീഫ ഇമാമിനെ തൊട്ട് പ്രസിദ്ധമായ അഭിപ്രായം ഉജൂബുർ റുബി, 4/1 തടകൽ നിർബന്ധമാണ് എന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഫിഖ്ഹ് ക്ലാസ് തുടരുന്നു.
ഇന്നലെ തല മുഴുവൻ തടവുന്നതിനെക്കുറിച്ച് നാം പഠിച്ചു. ഇനി നമുക്ക് തല മുഴുവൻ തടവുന്നതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപമാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ രൂപം ഇങ്ങനെയാണ്. 2 തള്ളവിരലുകളെ അവൻ്റെ 2 ആട്ടുചെന്നിയിൽ വെക്കുക. ശേഷം അവൻ്റെ 2 ചൂണ്ടുവിരലുകളിൽ ഒന്ന് മറ്റൊന്നിനോട് ചേർക്കുക. പിന്നീട് ഈ 2 ചൂണ്ടുവിരലുകളെ തള്ളവിരൽ ഒഴികെയുള്ള ബാക്കി വിരലുകൾ സഹിതം തലയുടെ മുൻഭാഗത്ത് നിന്ന് പിരടിയിലേക്ക് കൊണ്ടുപോവുക. മറിയുന്ന മുടിയുണ്ടെങ്കിൽ തിരിച്ച് തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ ആ ചൂണ്ടുവിരലുകളെ തിരിച്ചു കൊണ്ടുവരിക. മറിയുന്ന മുടിയില്ലെങ്കിൽ പോക്കിൽ ചുരുക്കുക. തിരിച്ചു വരവ് ആവശ്യമില്ല. ഇനി മറ്റൊരു കാര്യം, തലയിൽ തലപ്പാവ് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെറുന്തലയിൽ തടഞ്ഞതിന് ശേഷം കൈ എടുക്കാതെ ബാക്കി തടകൽ തലപ്പാവിന്മേൽ പൂർത്തിയാക്കാവുന്നതാണ്. തലപ്പാവ് പോലെയുള്ളത് എന്നതിൽ തൊപ്പി, സ്ത്രീകളുടെ മക്കന, തലയിൽ ചുറ്റുന്ന മറ്റു വസ്തുക്കൾ എല്ലാം ഉൾപ്പെടും. ഇതിൻ്റെ തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തിബാഅാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്തപ്പോൾ നെറുന്തല തടവുകയും ശേഷം തലപ്പാവിന്മേൽ തടവുകയും ചെയ്തതായി ഹദീസിൽ വന്നിട്ടുണ്ട്. ഇനി 10ാമത്തെ സുന്നത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. മസ്ഹുൽ ഉദ്നൈൻ, 2 ചെവികൾ തടവുക. 2 ചെവികൾ തടവുന്നതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം ആ 2 ചെവികളിലേക്കും നനവുകൾ ചേർക്കുക എന്നതാണ്. അതിൻ്റെ പൂർണ്ണമായ രൂപം തലയിൽ ഉപയോഗിച്ച വെള്ളമല്ലാത്ത പുതിയ വെള്ളമെടുത്ത് തൻ്റെ 2 തള്ളവിരലുകളും 2 ചൂണ്ടുവിരലുകളും ഉപയോഗിച്ച് 2 ചെവിയുടെ ഉള്ളും പുറവും തടവുക. പിന്നീട് പുതിയ വെള്ളം ഉപയോഗിച്ച് ചൂണ്ടുവിരലിൻ്റെ തല കൊണ്ട് ചെവിക്കുണ്ടും തടവുക. പിന്നീട് നനക്കപ്പെട്ട തൻ്റെ മുൻകൈ 2 ചെവികളോട് ചേർക്കുക. ചെവിയുടെ എല്ലാ ഭാഗത്തും തടകൽ എത്തി എന്ന് വ്യക്തമാവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ചെവികളും ചെവിക്കുണ്ടുകളും ഒന്നിച്ച് തടവുന്നതിൻ്റെ ഒരു നല്ല രൂപം മറ്റ് കിതാബുകളിൽ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ പറയുന്നത് പ്രത്യേകം എല്ലാവരും നോട്ട് ചെയ്യുക. അതായത് 2 ചൂണ്ടുവിരലുകളുടെ തലയെ ചെവിക്കുണ്ടിൽ കടത്തുക. ശേഷം അവിടെയുള്ള ഒട്ടിച്ചുളിഞ്ഞ സ്ഥലങ്ങളിൽ അവ കറക്കുകയും അതേസമയം തന്നെ അവൻ്റെ 2 തള്ളവിരലുകളെ ചെവിയുടെ പുറത്ത് നടത്തുകയും ചെയ്യുക. ശേഷം നനഞ്ഞ അവൻ്റെ മുൻകൈ 2 ചെവികളോട് ചേർക്കുക.